ദീപു താത്ത എന്താ ഈർക്കിളിണ്ടാക്ക? എന്നോട് പറയാന് ചൂലിന്റെ ഈർക്കലൊക്കെ ചക്ക കൊണ്ടുപോയി കളയേ കളിച്ചിട്ടൊക്കെ ചൂല് ഈർക്കലൊക്കെ കത്തി അങ്ങനെ മൂട്ടില്ല വിസുവിന്റെ ഒന്നും കണ്ടില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, രണ്ടു മൂന്ന് ദിവസം ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. അതല്ലേ വിസുവിന്റെ ഒന്നും കാണാഞ്ഞത്. അതങ്ങോട്ട് വരാഞ്ഞ്. എന്നിട്ട് എന്തൊക്കെ താത്താന്റെ വർത്താനം? എന്താ അങ്ങനെ പോണു മോനെ. അല്ല കുഞ്ഞാപ്പൂ ഇവിടെ? അത് ആ കഥ ഒന്നും പറയാതെ ഇരിക്കതിന്റെ മോനെ. വിസുവിന്റെ അന്ന് തലേന്ന് തുടങ്ങിയ ചെക്കന് നാളെ പ്രകാശനോടക്ക് ചോറയ്ക്കാൻ വിളിച്ചിക്കണം. പ്രകാശനോടക്ക് ചോറയ്ക്കാൻ വിളിച്ചിക്കണെന്ന് അറിഞ്ഞിട്ട് എന്നോട് പറയാ വാവാ നേരം വെളുപ്പിച്ചിട്ട് ചെക്കാണ്. ചെക്ക വിളിച്ചിരിക്കും രാത്രി. ഇമ്മാ നേരം വളർത്താ ഞാൻ പറയും എന്താണ് കുഞ്ഞാപ്പോ? അല്ല പ്രകാശാല് നാളെ ചെല്ലാൻ പറഞ്ഞിരിക്കണേ. അങ്ങനെ പോലെ കണ്ണിന്റെ അടക്കം ചെക്ക സമ്മതിച്ചിട്ടില്ല. അങ്ങനെ നേരെ വളർത്താ പാട് ചെക്ക കൂടിക്കണ്. പല്ല് കഴിക്കാതെ കൂടി പല്ല് ചേച്ചില്ല എനിക്ക് പറയാൻ പറ്റൂല. ചെക്ക പ്രകാശന്റെ ഓൾക്ക് വണ്ടിക്കണ്. ചോറയ്ക്കാൻ വിഷുവിനെ വിളിച്ചതാണ് ചെക്കനെ. എന്നോട് പറയാന് ചെക്കൻ വരുമ്പോ വാരക്കണ് വീടുത്ത് ഇവിടെ കിടന്ന് കരയായിരുന്നു. കരഞ്ഞീർ ചെക്ക ഒന്നാകാണ് വെട്ടി കഴിഞ്ഞിട്ടുണ്ടാവേ. ചെക്കൻ ചീറി പൊളിക്കായിരുന്നു. അവരാരെ വയറല്ലേ അതൊക്കെ നോക്കണ്ടേ. എന്നിട്ട് കിടന്ന് കരയായിരുന്നു. ഇപ്പൊ വർക്കൗട്ട് അവിടെ ഉണ്ടാവും. അവിടെ പോയൊക്കെ മോനെ അവനെ കാണാൻ എനിക്ക്. ഞാനും കൊറേ ആയില്ലേ, ഞാൻ പറഞ്ഞ 2-3 ദിവസമായി കണ്ടിട്ട്. അവിടെ പോയി കണ്ടോളൂ. അവിടെ ഉണ്ടോ നീ? എന്നാ ആയിക്കോട്ടെ, ഞാനേ പണി എടുക്കട്ടെ. എന്നാ ഞാൻ നാട്ടിൽ പോയോട്ടെ. കുഞ്ഞാപ്പൂ എന്ത് ആളെ പേടിപ്പിക്ക? ഞാൻ മാങ്ങ ഞങ്ങളെ പേടിപ്പിക്കുന്നില്ല. ആകെ ശരിയാ പോയിട്ടാണ്. നല്ല രസണ്ടാ പോയിട്ടാങ്ങ. എന്തപ്പ എന്റെ മുഖത്തൊക്കെ? എന്നോട് പറയാനേ മുഖത്തൊക്കെ കച്ചിമ്മളൊക്കെ ഇങ്ങനെ ചൂട് പൊന്തിക്കണടാ. എന്താ തേച്ചിക്കണ്? കച്ചിമ്മൊക്കെ ചൂട് പൊന്തിക്കണ്. അടുത്ത പേരല്ലേ ഓരോരുത്തർ കുട്ടിയില്ലേ, ആ കുട്ടീന്റെ മേത്തേക്ക് ഇതേമാതിരി പൊന്തിക്കണട്ടാ. അപ്പൊ എന്നിട്ട് ഇമ്മ ഓരോന്ന് മേടിച്ചു തന്നതാണ് എനിക്ക്. എന്താ പോണ്ടാണല്ലേ? എന്നിട്ട് മുഖത്ത് ചേച്ചിക്കട ഞാന് രണ്ടും പോലെയാണ് ഇറക്കണ്. മാങ്ങ പോത്താങ്ങാണ്. എന്നോട് പറയാം കൊറേ ഇമ്മ എടുത്ത് വെച്ചിട്ട് മാല ഇനി ആരോടും പറയുന്നു വേണ്ടാന്ന് നിൽക്കണ. ഒരാൾക്കും കൊടുക്കൂല്ലേ? അങ്ങനെ കൊടുക്കൊന്നുമില്ല. എന്നാ കൊടുക്കും, അങ്ങനെ കൊടുക്കൂല. അല്ല ഇച്ച് ഇന്നലെ മിഞ്ഞാന്ന് നാലെന്നാളൊന്ന് വന്നില്ലല്ലോ. എവിടെയെന്ന്? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇമ്മാനോട് ഞാൻ പറഞ്ഞു. ഇമ്മാനെ അവിടെ നിന്ന് കണ്ടിരുന്നു. എന്താ എന്താ പറഞ്ഞ്? ഉമ്മ പറഞ്ഞു ഇവിടെ ഉണ്ട് എന്നുള്ളത്. എല്ലാവർക്കും എവിടക്കോ വിഷുവിനെന്തോ വിഷുവിന് പോയി പ്രകാശന്റെ വരേക്ക് പോയിട്ടാ. പ്രകാശന്റെ അവിടെ പോയിട്ടേ പ്രകാശേട്ടന് മോനെ എന്നോട് പറയാനേ എനിക്ക് ശരിക്കും പോലെ തിന്നാൻ പറ്റിയില്ല. ഞാൻ കൊറേ ചോറ് കഴിച്ച് വായക്കൊക്കെ തന്ന് ഒരു വലിയ പപ്പടം തന്ന് ഞാൻ കിടന്ന് ചീറിയായിരുന്നു വരെ. എന്നിട്ട് ഒറ്റ വെടിഞ്ഞിട്ടല്ലടാ പൊട്ട വായന്റെ വയറൊക്കെ നിറഞ്ഞപ്പോളേ എനിക്ക് ഒരു കോപ്പ നിറച്ച് പായസം തന്നീന്ന്. അതിൽ പകുതി കുടിച്ചപ്പോ എന്റെ വയറ് നിറഞ്ഞ് ആ വിഷമം കാരണം ഞാൻ കരഞ്ഞതാണ്. കുടിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ കിടന്ന് കരയാ. അപ്പൊ ഉമ്മ ഇങ്ങനെ ചെല്ലി പെറുക്കണ്. എവിടെ പോയാലും ആക്രാന്തത്തറ കുടിക്കും. ഈ പറഞ്ഞ അമ്മ പായസം ഉണ്ടാക്കി തരുമോ? എന്നാള് പായസം എന്നാലിട്ട് കരിക്കഞ്ഞ് നോമ്പിന് ഉണ്ടാക്കിയാന്ന് അരച്ച് ഇപ്പിട്ടിട്ട് ഇപ്പൊ കൂടുതലായിന്ന്. പഞ്ചസാരല്ലേ കരിക്കഞ്ഞിലിടുക? അതുകൊണ്ട് ഇപ്പൊ ഉണ്ട്. എനിക്ക് വാങ്ങണ്ട. ഉമ്മ പറഞ്ഞത് അങ്ങനല്ല, വയറ് കൂടി വീർത്തിട്ട് ഇവിടെ കിടന്ന് കരിയാന്ന് പറഞ്ഞു. അത് ഉമ്മാന്റെ വിചാരം വയറ് വീർത്തിട്ട് കരിയെന്നാ. പായസം കിട്ടായിട്ട് ഞാൻ കരഞ്ഞതാണ്. പായസം കുടിക്കാൻ പറ്റായിട്ട് പകുതി കുടിച്ചിട്ടൊന്നും പകുതി കുടിച്ചില്ല. എന്തെന്നിട്ട് വേറെന്താ പരിപാടി? ഇവിടെ ഒഴിഞ്ഞു വന്നിരിക്കണ എന്താ? ഉമ്മ കാണിച്ചിട്ടാ വാങ്ങുന്നത്? ഞാൻ പോന്നതാണ്. ഉമ്മ അവിടുന്ന് ഓല ചെയ്തിരിക്കേ. ഞാനത്ര ഈർക്കളിക്ക് കേടെത്തുന്നത്.
ഇജ്ജാണ് കേൾക്കുന്നത് അമ്മ അറിയാ ഒക്കെ അയച്ച് എത്ര കോരക്കോടി ഉണ്ടെങ്കിലും ഞാൻ കേടുത്തു എന്നിട്ട് ഇന്നെ കൊറേ ചീത്ത അറിഞ്ഞി ഇനി ഉമ്മാന്റെ ആട്ടം തോപ്പം കേൾക്കാണ്ടാക്കി ഞാൻ വന്നതാ ഉള്ള കഞ്ഞാണെങ്കിലും കുറിച്ചിട്ട് ഭാഗത്ത് കിടക്കാന്ന് പറയില്ലേ അതേമാതിരി ഉള്ള മാങ്ങ തിന്നിട്ടെങ്കിൽ ഇവിടെ ഇരിക്കാലോ മനസ്സാമാത്തോടല്ലേ ചോറൊന്നും വെച്ചിട്ടില്ലേ ചോറ് വെച്ചിക്കൊണ്ട് ചക്ക കുറച്ച് നേരമായില്ലേ മാങ്ങ എന്താണ് ഒറ്റ തിന്നോ അല്ല അവിടെ ചെറിയ കൊതി ഉണ്ടാവും എനിക്ക് എനിക്ക് കൊതി അല്ല ആ അപ്പുറത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ആ കുട്ടികൾക്ക് ഓരോന്ന് കൊടുത്തൂടെ അവർക്ക് നാ കൊടുത്തിക്കണ മരങ്ങൾ എന്ത് തിന്നുമ്പോഴും ഒറ്റ മുന്നേ തിന്നണ്ടാന്ന് കൊതി കൊടുക്കറേ ഞാൻ ഇപ്പൊ എന്റെ മുന്നേ ചെന്നൊക്കെ കൊതി കൂടൂലേ ഇജ്ജ് പോയിക്കൊന്നാ എന്റെ മുന്നിൽ വെച്ചിട്ട് തിന്നാ കൊതിയൊന്നും കൂടൂല വെറുതെ പറയാ അത് തിന്നാട്ടെ എന്നിട്ടാണ് വരാ എന്നാ വാ അവിടൊക്കെ എവിടെയും പോവാ ഞാൻ അത് കൂടി തിന്നട്ടാ അന്റെ അടക്കം പോണ്ട എന്നിട്ട് എന്താ ഇത് മുഖമൊക്കെ ഒന്ന് കഴുകി കളഞ്ഞാട്ടാ ആൾക്കാരുടെ ഇടയിലേ ഇറങ്ങി നടക്കാൻ പറ്റൂല വെള്ളം കാട്ടിക്കോ പറ്റിട്ട് കജ്ജിമക്കായില്ലേ ഒന്ന് കയ്യൊക്കെ കഴുകിക്കള കജ്ജാക്കട്ടെ എന്നിട്ട് എന്നാ കയ്യായിട്ട് പിന്നെ കാണുന്ന ആയിക്കോട്ടെ കാണാം